എടാ മോനെ ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലവ് ആൻഡ് ലവ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി, വ്ളോഗ് ചെയ്തിട്ട് തന്നെ കുറച്ച് കാലമായി. അപ്പൊ ഇന്ന് കുറച്ച് പേർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, എന്താ പറയാ, കുറെ പെർഫ്യൂം ലവേഴ്സ് എനിക്ക് ചുറ്റും അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഓരോ പെർഫ്യൂം എടുത്തിട്ട് പോകുമ്പോൾ കുറച്ച് പേര് ചോദിക്കാറുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് വലിയ പിടിയില്ലെങ്കിലും പെർഫ്യൂമിനെ ഏറ്റവും നന്നായി അറിയുന്ന ഒരാൾ ഇവിടെയുണ്ട്, അടിച്ചോട്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ വിമൻ സ്പെഷ്യൽ പെർഫ്യൂം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പെർഫ്യൂം. ഇത് ഞാൻ ഇവിടെ നാട്ടിൽ കണ്ടില്ല, ഞങ്ങൾ സൗദി പോയ സമയത്ത് ഒരു വാങ്ങിയ ഈ അറബികളൊക്കെ വെക്കുന്ന നമ്മുടെ ഊതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്ന അത്രയൊക്കെ വെക്കുന്ന സ്ഥലത്തുണ്ടാവുന്നതാണ്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് ടോലേജോ അല്ലെ. ടോലേജോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ഞാൻ ഒരു ഫ്രഞ്ച് വേർഡാണ്. ഇത് യൂസ് ചെയ്ത് ഇപ്പൊ ഇത്രയായി. ഇത് അതിന്റെ പുതിയൊരു ബോട്ടിലാണ്. ഇതിന്റെ ഒരു മണം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് അടിച്ച് ഒരു ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ പെർഫ്യൂമിന്റെ മണം അവിടുന്ന് മാറില്ല. എന്നോട് കൂടുതൽ പേരും ഏതാണ് പെർഫ്യൂം എന്ന് ചോദിക്കാറ്. പക്ഷെ ഇതിന്റെ പേര് പറഞ്ഞ് അവർക്ക് ഇരുന്ന് വാങ്ങാനുള്ള ഒരു വകുപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് കൂടുതൽ ഇതിന്റെ പേര് പറയാൻ പറ്റാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആണ് എൻ്റെത് ഈ കളർ. ഇവള് പറഞ്ഞ ടോലേജോ നമ്പർ 2 ആണ്. നമ്പർ 2 ആണ് പെർഫ്യൂം. സ്മെല്ല് ഇത് ശരിക്കും പറഞ്ഞാൽ ലേഡീസിനാണ് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര കോംപ്ലിമെന്റ് കിട്ടുന്നതാണ് ഈ ഒരു സാധനം. ഇതിന്റെ ഒരു 50 മില്ലിക്ക് ഓൾമോസ്റ്റ് ഒരു 45-50 മില്ലി ഓൾമോസ്റ്റ് 99-100 റിയാൽസ് സൗദിയിലുണ്ട്. ഇതിന് കോംപ്ലിമെന്റ് ഗെറ്ററാണ്, ഭയങ്കര കോംപ്ലിമെന്റ് ഗെറ്ററാണ് ഈ സാധനം. ഇനി എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പെർഫ്യൂംസ് ഉണ്ട് ഇപ്പൊ കയ്യിലുള്ളത്. അതിൽ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് സാധനങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ ഒരു സാധനം, ലവൻചർ എന്ന സാധനം. ഇതൊരു ക്ലോൺ പെർഫ്യൂമാണ്. ഇത് ക്രീഡ് അവൻഡസിന്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ക്രീഡ് അവൻഡസിന്റെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനമല്ല, അതിന് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ക്ലോൺ പെർഫ്യൂമാണ് ഇത്. പെർഫ്യൂം ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ്സ് കിട്ടുന്നതാണ്. പക്ഷേങ്കിൽ ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 3 to 4 hours ലോഞ്ചവിറ്റി കിട്ടുള്ളൂ. പ്രൊജക്ഷൻ ഓൾമോസ്റ്റ് കുറവാണ്. പക്ഷേങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 10 പീപ്പിൾ നിങ്ങളുടെ പെർഫ്യൂം ലവേഴ്സ് കോംപ്ലിമെന്റ്സ് തരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത്, ലവൻചറിന്റെ സാധനം. പെർഫ്യൂമിന്റെ നോട്ട്സിനെ കുറിച്ച് പറയാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് നിങ്ങൾ പെർഫ്യൂമിന്റെ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. അത് സെർച്ച് ചെയ്താൽ കാണാം ലവൻചറിന്റെ കറക്റ്റ് നോട്ട്സ്. പക്ഷെ നിങ്ങൾ പെർഫ്യൂം ലവർ ആണെങ്കിൽ ഈ നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു സാധനമാണ് ഇത്. പെർഫ്യൂം ലവേഴ്സിനെ അറിയുന്ന ഒരു പെർഫ്യൂമാണിത്. റസാസിന്റെ ഹവാസ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്, മസ്റ്റ് ഹാവ്. ഇതിൽ ഇതിന്റെ ഒരുപാട് ക്ലോൺസും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കളക്ഷനിൽ വേണ്ട ഒരു സാധനം റസാസി ഹവാസ്. ഇതിവിടെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതറിയില്ല, പക്ഷെ ഈ ഒരു സെന്റ് കിട്ടുമോ എനിക്കറിയില്ല. കില്ലർ സാധനം, മസ്റ്റ് ഹാവ്. റീസെന്റ് ഞാൻ വാങ്ങിച്ച എന്റെ കളക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്. എംപോറിയോ അർമാനി സ്ട്രോങ്ങർ വിത്ത്. പലർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഇതൊരു ഡേറ്റിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രാഗ്രൻസ് ആണ്. കുറച്ച് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര ഒരു നല്ല സെന്റാണ് ഇത്. നിങ്ങൾക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ്, ഡെയിലി യൂസിന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്പെഷ്യൽ മൊമെന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഈ സ്ട്രോങ്ങർ വിത്ത് ഇന്റൻസിറ്റി. ഇത് അബ്സല്യൂട്ട്ലി ഉണ്ട്, ഒറിജിനൽ ഉണ്ട്. അടിച്ചടിച്ച് ബോട്ടിൽ ഓൾമോസ്റ്റ് ഡൗൺ ആയി തീരാനായി. ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂമാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫ്യൂം. എന്റെ മോന്റെ ഫേവറേറ്റ് ഇളയ മോന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു സാധനമായി മാറി ഈ ഒരു സാധനം. അത്രയും നല്ല മണം, രക്ഷാസാധനം ഡയലൻ ബ്ലൂ. എന്തായാലും ഈ സാധനം നിങ്ങളെ ലവേഴ്സ് ആണ്, പെർഫ്യൂം ലവർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു ഏകദേശം പറഞ്ഞതെല്ലാം ഈ പെർഫ്യൂം ലവേഴ്സ് തീർച്ചയായും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട എല്ലാവരും ബക്കറ്റ് ലിസ്റ്റിൽ ഒരു സാധനമായിരിക്കും ഇത്. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ ഇതാണ് എന്റെ ഇതുവരെയുള്ള എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം. എനിക്ക് ഇഷ്ടപ്പെട്ടത്. പലർക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല,
പക്ഷേ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. എടാ മോനെ, ഇതാണ് ടെറിഡ് SMS. സാധനം ഒരു രക്ഷയില്ല. ലെമൺ 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 എന്ന് വെച്ചാൽ പക്കാ ലെമൺ. ഇത് വാങ്ങിച്ചപ്പം എനിക്ക് ഫസ്റ്റ് നിപ്പടിച്ചപ്പോൾ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിന് ശേഷം പലരും എന്നോട് ഏതാണ് പെർഫ്യൂം ചോദിച്ച ഒരു സാധനമാണിത്. എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയൊരു സാധനം വേറെ ഇല്ല. പെർഫ്യൂം അധികം ആരും കാണാത്തയും കേൾക്കാത്തയും ആയിരിക്കാം നമ്മുടെ നാട്ടിൽ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്. ലാലിക്കിൻ്റെ എൻക്രൈ നോയറാണ് ഈ സാധനം. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊരു മണമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇതാണ് ആ സാധനം. ഇതിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. മക്കളെ, ഇത് കിട്ടുമെന്ന് മേടിച്ചോ, കിട്ടുവാണെങ്കിൽ മേടിച്ചോ. മാൻലി, പക്ക മാൻലി സാധനം. പെർഫ്യൂമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ പക്ക കോംപ്ലിമെന്റ്സ് തരുന്ന ഒരു സാധനമാണ് ഓൺക്രൈ നോയർ ലാലിക്. അൽ മജീദ് ഊദ് ബ്ലാക്ക് സീക്രട്ട് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. EDP ആണ് ഇതിൻ്റെ, EDP വേർഷനാണ് ഇത്. നല്ല സ്മെല്ലാണ്. ചില ആൾക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണിത്. ഒരുപാട് ലേഡീസ് ഇത് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല നല്ല ചോയ്സ് ആണുള്ള കാര്യം. ഞാൻ യൂസ് ചെയ്ത ശേഷം, പുറത്തിറങ്ങിയ ശേഷം ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ നെക്സ്റ്റ് ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനമാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഒരു 30 to 40 റിയൽ മാക്സിമം. ഓൺലൈനിലാണെങ്കിൽ ചിലപ്പോൾ അതിലും കുറയാം. പക്ഷേ കിട്ടുന്ന വേർഷൻ എന്താ അറിയില്ല. EDP ആണോ EDT ആണോ അറിയില്ല. EDP ആണെങ്കിൽ ഓക്കെ. അടിപൊളി സ്മെല്ലാണ്. അടിപൊളി. എന്റെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഫേവറേറ്റ് ആണ് ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ അതിന് ശേഷമുള്ള ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് സോളിഡ്. ഒരുവിധം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഒരുവിധം എല്ലാ ലേഡീസും ഉപയോഗിക്കുന്നുണ്ടാവും. ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യണം. അത്ര അടിപൊളിയായിട്ടുള്ള സൂതിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ ഇത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സ്മെല്ല്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്ര ഇല്ലെങ്കിലും എന്നാലും ഏറ്റവും ഒരു ദിവസം തീർച്ചയായും ഇത് നിങ്ങളുടെ ഡ്രസ്സിൽ നിൽക്കും. ഇനി ഇത് കളർമി അറിയാലോ, പെട്ടെന്ന് തീർന്നു പോകും. ഇത് അടിച്ചാൽ ഏറ്റവും വേഗം തീർന്നു പോകുന്നൊരു പെർഫ്യൂമാണ് ഇത് കളർമിയുടെ. പക്ഷെ എന്താണ് അടിപൊളി സ്മെല്ലാണ്. ലേഡീസിന് തീർച്ചയായും ഗേൾസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്മെല്ലാണ്. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു പ്രാവശ്യമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. പിങ്ക് ലേഡി. ഇത് നിധിയുടെ ഫ്രണ്ട് ഇപ്രാവശ്യം ഒരു പാകിസ്ഥാനി തൈബ് നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് വരുമ്പം എനിക്ക് കൊടുത്തു വിട്ട ഒരു ഗിഫ്റ്റാണ് ഇത്. പറഞ്ഞെങ്കിലും എനിക്ക് ഏറ്റവും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പെർഫ്യൂമാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഫോട്ടോയിൽ ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത ബന്ധം മാത്രമേ ഉള്ളൂ. ഈ ഫോട്ടോ എടുത്ത ബന്ധമേ എനിക്കുള്ളൂ. ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഈ സാധനം കയ്യിൽ നിന്നും ഊരി വീണ് പൊട്ടിപ്പോയി. അത് ഒരു തുള്ളി പോലും എനിക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പം കാരലീന ഹെറേറ എന്നുള്ള ഈ ഒരു ബ്രാൻഡ് ഒരുവിധം ഒട്ടും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതെനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് എൻ്റെ കയ്യിൽ അത് ഉപയോഗിക്കാനുള്ള യോഗം ഉണ്ടായില്ല. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. അപ്പം ഇനിയും ഒരുപാട് ഇതുപോലത്തെ വീഡിയോസുമായിട്ടൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിൽ കൂട്ടത്തിൽ നല്ലത് മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത്. ഒരുപാട് നാളത്തെ ശേഷം ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ. അപ്പം ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമന്റ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കാരണം അത് നമുക്ക് ട്രൈ ചെയ്യാലോ. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ ഞങ്ങൾ വരും. അതുവരേക്കും ബൈ.